ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേരാണ് ഉറുമ്പും പ്രാവും. ഉറുമ്പിന്റെയും പ്രാവിന്റെയും കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? അപ്പൊ ഞങ്ങളും പറയാൻ പോകുന്ന ഒരു കഥയുടെ പേരാണ് അത്. നല്ല രസമുള്ള കഥയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഒരിക്കൽ ഒരു പുഴയുടെ തീരത്തായി ഒരു വലിയൊരു കാട്ടിൽ ഒരു ഉറുമ്പും പ്രാവും താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു. അവർ ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉറുമ്പ് പറയുകയാണേ, മഴക്കാലം വരാറായി, എനിക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കണം. അപ്പോ പ്രാവ് പറഞ്ഞു, ശരി, നീ പോയി സമാധാനമായിട്ട് അതൊക്കെ ശേഖരിച്ചു വരും. അങ്ങനെ ഉറുമ്പ് സാവധാനം നടന്നു നീങ്ങായിരുന്നു. ആ സമയത്ത് വലിയൊരു കാറ്റ് വീശി. കാറ്റ് വീശിയപ്പോ ഉറുമ്പ് എന്തുണ്ടായെന്നറിയോ? ഉറുമ്പ് പുഴയിൽ വീണപ്പോ ഉറുമ്പ് എങ്ങനെ കരഞ്ഞെന്നറിയണ്ടേ? ഉറുമ്പ്, അയ്യോ രക്ഷിക്കണേ കൂട്ടുകാരാ, ഞാന് അപകടത്തിൽപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ പ്രാവ് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പ്രാവ് പറന്നു വന്ന് ഒരു ഇല അടർത്തിയെടുത്ത് നമ്മുടെ ഉറുമ്പിന് ഇട്ടുകൊടുത്തു. അപ്പൊ ഉറുമ്പ് അതിന് കയറി രക്ഷപ്പെട്ടു. അങ്ങനെ കാലം കുറെ കടന്നുപോയി. അപ്പൊ ആ സമയത്താണ് ഒരു വേടൻ ഈ വഴി വന്നത്. വേടന് ആ ദിവസം ഒന്നും കിട്ടിയില്ല. അപ്പൊ അയാൾ ചിന്തിച്ചു, എത്ര നേരമായി ഞാൻ നേരത്തെ കേട്ടാൻ തുടങ്ങിയിട്ട്, എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പൊ വേടൻ ഒരു പ്രാവ് മരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നതായിട്ട് കണ്ടു. അപ്പൊ അതിന്റെ നേരെ ഉന്നം വെച്ചപ്പോ നമ്മുടെ ഉറുമ്പ് ഇത് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഉറുമ്പ് എന്താ ചെയ്തെന്നറിയോ? വേടന്റെ സാവധാനം നടന്നു വന്ന് വേടന്റെ കാലുമേൽ ഒരു കടി വെച്ച് കൊടുത്തു. കടി വെച്ചാൽ വേദനിക്കില്ലേ? കടി വെച്ചപ്പോ എന്താ വേദനിച്ചപ്പോ നമ്മുടെ വേടന്റെ ഉന്നം തെറ്റി. അങ്ങനെ പ്രാവ് കടന്നുപോയി. അപ്പൊ പ്രാവ് ആരോട് നന്ദി പറഞ്ഞു? ഉറുമ്പിനോട് നന്ദി പറയുന്നു. എന്താ പറഞ്ഞ? നന്ദി കൂട്ടുകാരാണ്. അങ്ങനെ ഒരുപാട് കാലം നമ്മുടെ പ്രാവും ഉറുമ്പും ആ മരക്കൊമ്പില് സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, ഈ കഥയിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്താ മനസ്സിലായേ? ആരാണ് രക്ഷിച്ചത്? ആരെന്നെ? പ്രാവ് ഉറുമ്പിനെ രക്ഷിച്ചോ? ഉറുമ്പ് പ്രാവിനെ രക്ഷിച്ചോ? അതേപോലെയാണ് നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മൾ സഹായിക്കണ്ടേ? വേണോ? അതേപോലെ നിങ്ങളും ചെയ്യണല്ലോ. നമുക്ക് കൂട്ടുകാരുണ്ടാവും. അപ്പൊ നമ്മുടെ കൂട്ടുകാര് അപകടത്തിൽ പെടുമ്പോൾ നമ്മളെ രക്ഷിക്കണം. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്കുള്ള ഒരു കുടുംബാണ് എന്താണ്? ആപത്തിൽ പെടുന്നവരെ നമ്മളെ സഹായിക്കണം അല്ലേ?